പന്തല്ലൂരിൽ മിന്നൽ ചുഴലിയിൽ വൻ നാശനഷ്ടം. ഇന്ന് രാവിലെ 10 മണിയോടെയാണ് ചെറിയ മഴയോടുകൂടി ശക്തമായ കാറ്റ് പന്തല്ലൂരിൽ ആഞ്ഞുവീശിയത്. മെയിൻ റോഡിൽ നിന്നും പന്തല്ലൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിൽ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് ഇലക്ട്രിക് പോസ്റ്റ് വീണു. പന്തല്ലൂർ സ്വദേശി സൈമന്റെ ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്കാണ് ഇലക്ട്രിക് പോസ്റ്റ് വീണത്. ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വിവിധ പറമ്പുകളിലെ നിരവധി തെങ്ങുകളും മരങ്ങളും കടപുഴകി വീണിട്ടുണ്ട്. പെട്ടെന്നുണ്ടായ ശക്തമായ കാറ്റ് 5 മിനിറ്റിലധികം നീണ്ടുനിന്നു. ഇതിനിടയിലാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായത്. സംഭവത്തിൽ ആർക്കും പരിക്കില്ല. മേഖലയിൽ വൈദ്യുത ബന്ധം പൂർണ്ണമായും താറുമാറായി. ചുവന്നൂർ പന്തല്ലൂർ റോഡിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. വൈദ്യുതി വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി വൈദ്യുത ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു. വയറെരിയുന്നവരുടെ മിഴി നിറയാതിരിക്കാൻ ക്യാമ്പയിന്റെ 17ാം ഘട്ടം കാട്ടകാമ്പാൽ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ മെഡിക്കൽ കോളേജിൽ പൊതിച്ചോറ് വിതരണം ചെയ്തു. മേഖലയിലെ 13 യൂണിറ്റുകളിൽ നിന്നും 4115 പൊതിച്ചോറുകൾ ശേഖരിച്ചാണ് വിതരണം ചെയ്തത്. 19 പേർ രക്തം ദാനം ചെയ്തു. മേഖലാ സെക്രട്ടറി ലെനിൻ VS, ട്രഷറർ അനുമോൻ C തമ്പി, മേഖലാ കമ്മിറ്റി അംഗങ്ങളായ സുകേഷ്, അഭിരാജ് KA, സുജിത് PC, യൂണിറ്റ് സെക്രട്ടറിമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അയ്യന്നൂർ 7ാം വാർഡിൽ വൃക്ഷത്തൈകൾ നടലും സംരക്ഷണവും പദ്ധതിയിൽ അഴിമതി ആരോപിച്ച് BJP കാട്ടകാമ്പാൽ പഞ്ചായത്ത് കമ്മിറ്റി BJP ആരോപണത്തെ തുടർന്ന് 11/8/2025 സ്ഥാപിച്ച ബോർഡ് മണിക്കൂറുകൾക്കുള്ളിൽ മാറ്റി. 2022-23 കാലയളവിലെ ബോർഡാണ് ഇന്നലെ സ്ഥാപിച്ചത്. 2022-23 കാലയളവിൽ തൊഴിലുറപ്പ് വേതനം 311 രൂപ ഉള്ളൂ എന്നിരിക്കെ 333 രൂപ ദിവസവേതനമാണ് ബോർഡിൽ കാണിച്ചിരുന്നത്. കൂടാതെ സ്വകാര്യ ക്ലബ്ബ് വെച്ച് പരിപാലിച്ചു വന്നിരുന്ന മരത്തിന് കീഴിലാണ് ബോർഡ് വെച്ചിരുന്നത്. BJP പരാതിയുമായി രംഗത്ത് വന്നതോടെയാണ് ബോർഡ് നീക്കം ചെയ്തത്. BJP കുന്നംകുളം മണ്ഡലം സെക്രട്ടറി ബൈജു പട്ടിത്തടം, BJP കാട്ടകാമ്പാൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാരായ സുധീഷ് CG, അരുൺ ഗഗനൻ, പ്രവർത്തകരായ സുഗതൻ, സന്തോഷ്, സനീഷ് എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. കാട്ടകാമ്പാൽ പഞ്ചായത്തിലെ അരുവായി, പന്തായി, പൊതുകുളം സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. MD കോളേജിനോട് ചേർന്നാണ് പന്തായി കുളം സ്ഥിതി ചെയ്യുന്നത്. റോഡരികിൽ സംരക്ഷണ ഭിത്തി പോലും ഇല്ലാതെയുള്ള ഈ കുളം അപകട ഭീഷണിയാകുന്നുണ്ട്. പാഴ്പുല്ലുകളും കുളവാഴകളും നിറഞ്ഞ വെള്ളം പോലും കാണാത്ത സ്ഥിതിയാണ്. മുൻപ് നാട്ടുകാർ കുളിക്കാനും വസ്ത്രം കഴുകാനും ഈ കുളം ഉപയോഗിച്ചിരുന്നു. എന്നാൽ കുളത്തിൽ കുളവാഴകൾ നിറഞ്ഞതോടെ ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ്. കുളം വൃത്തിയാക്കുകയും റോഡരികിൽ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുകയും ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ ഭാഗത്തെ റോഡ് പകുതി ഭാഗം മാത്രമേ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളൂ. റോഡ് പൂർണ്ണമായും കോൺക്രീറ്റ് ചെയ്ത് ഗതാഗത സൗകര്യം ഒരുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ചങ്ങരംകുളം മൂക്കുതല P. ചിത്രൻ നമ്പൂതിരിപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1989 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ 2ാമത് സംഗമം നൊസ്റ്റാൾജിയ സീസൺ 2 സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. പ്രാർത്ഥനയോടുകൂടിയ പരിപാടി നൊസ്റ്റാൾജിയ സീസൺ 2 നന്നമുക്ക് ഗ്രാമപഞ്ചായത്ത് അംഗവും സ്കൂൾ PTA പ്രസിഡന്റുമായ മുസ്തഫ ചാലുപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. കൺവീനർ നൌഷാദ് യൂസഫ് അധ്യക്ഷനായി. അകാലത്തിൽ മരണമടഞ്ഞ അംഗങ്ങളുടെ വിയോഗത്തിൽ ദിനേശൻ TC അനുശോചനം രേഖപ്പെടുത്തി. ഗ്രൂപ്പ് അംഗം റസിയ മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ അഗ്നിത പ്രേമദാസ്, ശ്രേയ സുരേഷ്, നിസ്മ നൌഷാദ്, നീരജ V. ദിലീപ്, അർപ്പിത് പ്രേംദാസ്, അഹമ്മദ് റാസിഖ്, അർച്ചന ബാബു തുടങ്ങിയവരെ മൊമന്റോയും സർട്ടിഫിക്കറ്റും നൽകി ആദരിച്ചു. സംഗമത്തിൽ കസേരകളി, സുന്ദരിക്ക് പൊട്ടുതൊടൽ, കരോക്കെ ഗാനമേള എന്നിവ ഉണ്ടായി. ദിനേശൻ TC, ഷീജ, സിന്ധു, റസാഖ്, അഗ്നിത, സജിത, പ്രേമദാസ്, അനന്യ തുടങ്ങിയവർ ശ്രുതിമധുരമായ ഗാനങ്ങൾ ആലപിച്ചത് സദസ്സിനെ ആഹ്ലാദമായി. വിവിധ കലാമത്സരവും ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ സദ്യയും സമ്മാന വിതരണവും ഉണ്ടായി. നിരവധി സഹപാഠികൾ സംഗമത്തിൽ പങ്കെടുത്തു. പരിപാടിക്ക് ജയരാജൻ, മണികണ്ഠൻ PS, സിന്ധു, ദിനേശൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. വൈസ് ചെയർമാൻ സുരേഷ് കുമാർ സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ മഹേഷ് നന്ദിയും പറഞ്ഞു. SDPI ആസാദി സ്ക്വയർ ആഗസ്റ്റ് 15-ന് ആലൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ കൂറ്റനാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ നടത്തിവരുന്ന ആസാദി സ്ക്വയർ ഇത്തവണയും സംസ്ഥാനത്ത് 300-ലധികം കേന്ദ്രങ്ങളിലാണ് വിവിധ പരിപാടികളോടെ നടത്തുന്നത്. സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശത്തോടനുബന്ധിച്ച് തൃത്താല മണ്ഡലത്തിലും ആസാദി സ്ക്വയർ വിവിധ പരിപാടികളോടെ നടത്താൻ തീരുമാനിച്ചതായി മണ്ഡലം ഭാരവാഹികൾ അറിയിച്ചു. രാവിലെ ബ്രാഞ്ച്, പഞ്ചായത്ത് തലങ്ങളിൽ പതാക ഉയർത്തലും മധുര വിതരണവും സേവന പ്രവർത്തനങ്ങളും നടത്തും. വൈകിട്ട് 4:30-ന് ആലൂർ സെന്ററിൽ നടക്കുന്ന ആസാദി സ്ക്വയർ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ പോരാട്ടങ്ങളിൽ ഈ രാജ്യത്തെ ജനത വഹിച്ച പങ്കിനെക്കുറിച്ചും അവരുടെ പോരാട്ട വീര്യത്തെക്കുറിച്ചും പുതുതലമുറയ്ക്ക് കൈമാറുന്നതോടൊപ്പം നമ്മുടെ നാടിന്റെ പൈതൃകത്തെയും സ്വാതന്ത്ര്യത്തെയും ജനാധിപത്യത്തെയും ഭരണഘടനയെയും തകർക്കുന്ന വിധത്തിലുള്ള ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ പൊള്ളത്തരത്തെയും
അവരുടെ വർഗീയ മതരാഷ്ട്ര അജണ്ടയെയും ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സംഘടിപ്പിക്കുന്നതെന്നും ഭാരവാഹികൾ അറിയിച്ചു. ആസാദി സ്ക്വയർ SDPI സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ മണ്ഡലം നേതാക്കളും വിവിധ രാഷ്ട്രീയ സാമൂഹിക നേതാക്കളും ചടങ്ങിൽ സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. പത്രസമ്മേളനത്തിൽ മണ്ഡലം പ്രസിഡന്റ് നാസർ തൃത്താല, മണ്ഡലം സെക്രട്ടറി താഹിർ കൂനമുച്ചി, ഓർഗനൈസിംഗ് സെക്രട്ടറി ഉമ്മർ വിവി, ജോയിന്റ് സെക്രട്ടറി മൻസൂർ കപൂർ, മുസ്തഫ ആലൂർ എന്നിവർ പങ്കെടുത്തു. ബഹുരാഷ്ട്ര കമ്പനികൾ ഇന്ത്യ വിടുക, കോർപ്പറേറ്റ് കമ്പനികൾ കൃഷി ഉപേക്ഷിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി സംയുക്ത കർഷക തൊഴിലാളി CITUവിന്റെ നേതൃത്വത്തിൽ ചാവക്കാട് ട്രംപിന്റെയും മോദിയുടെയും കോലം കത്തിച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചു. ഇമ്പച്ചിബാവ മന്ദിരത്തിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം KSKTU ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം AH അക്ബർ ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം ഏരിയ സെക്രട്ടറി മാലിക്കുളം അബ്ബാസ് അധ്യക്ഷത വഹിച്ചു. AS മനോജ്, V അനൂപ്, V വിദ്യാധരൻ, KV രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ട്രംപിന്റെയും മോദിയുടെയും കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ദേവാലയത്തിൽ മാതാവിന്റെ സ്വർഗാരോപണ തിരുനാളിന് കൊടിയേറി. ഓഗസ്റ്റ് 15-നാണ് തിരുനാൾ. വികാരി ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ കൊടിയേറ്റം നിർവഹിച്ചു. വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന, കൂടുതുറക്കൽ, പ്രദക്ഷിണം എന്നിവയുണ്ടായി. തിരുനാൾ ദിവസമായ 15-ന് വെള്ളിയാഴ്ച രാവിലെ 5:45-നും 7-നും കുർബാനയുണ്ട്. വൈകിട്ട് 4-ന് തിരുനാൾ കുർബാന, ലതീഞ്ഞ്, നൊവേന, പ്രദക്ഷിണം, നേർച്ച ഭക്ഷണം, വർണ്ണമഴ എന്നിവ നടക്കും. 28-ൽ പരം കലാകാരന്മാർ ഒരുക്കുന്ന ബാൻഡ് മേളവും അരങ്ങേറും. ചടങ്ങുകൾക്ക് സഹവികാരി ഫാദർ തോമസ് ഊക്കൻ, ട്രസ്റ്റിമാരായ സെബി താണിക്കൽ, KP പോളി, VK ബാബു, CK ഡേവിസ്, PRO ബിജു അന്തിക്കാട് എന്നിവർ നേതൃത്വം നൽകി. സംയുക്ത ട്രേഡ് യൂണിയൻ കർഷക കോൺഗ്രസ് കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ വികലമായ വ്യാപാര കരാറുകൾക്കെതിരെയും കർഷകദ്രോഹ നയങ്ങളിലും പ്രതിഷേധിച്ച് സംയുക്ത ട്രേഡ് യൂണിയൻ കർഷക കോൺഗ്രസ് കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നഗരത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി ഷാഹുൽ ഹമീദ് ധർണ ഉദ്ഘാടനം ചെയ്തു. INTUC നിയോജക മണ്ഡലം പ്രസിഡന്റ് KS രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. INTUC ജില്ലാ സെക്രട്ടറി KV ഗീവർ, കേരള കോൺഗ്രസ് ജോസഫ്, KTUC സംസ്ഥാന സെക്രട്ടറി പ്രസാദ്, നേതാക്കളായ അനിൽ മാസ്റ്റർ, ഷാജി ആലിക്കൽ, ബിജു C ബേബി, CV ബേബി തുടങ്ങിയവർ സംസാരിച്ചു. പെരുന്നാളിന്റെയും പൂരങ്ങളുടെയും നാടായ പഴഞ്ഞിയുടെ ഗ്രാമഭംഗിയിലേക്ക് ആധുനികതയുടെ സൗന്ദര്യവുമായി മെറ്റലർ ബാങ്ക്വറ്റ് ഹാൾ. ആഘോഷങ്ങളെ മറക്കാത്ത ഓർമ്മകളാക്കാൻ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളോടെ നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഒത്തുചേരാൻ ആധുനികമായ ദൃശ്യ ശബ്ദ സംവിധാനങ്ങളോടെ വിശാലമായ AC ബാങ്ക്വറ്റ് ഹാൾ. വിശ്രമിക്കാനും ഒരുങ്ങുവാനും ഫീഡിംഗ് സൗകര്യങ്ങൾക്കും മറ്റുമായി സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് സൗകര്യം. രാത്രികളിലെ ഓപ്പൺ എയർ ആഘോഷങ്ങൾ കെങ്കേമമാക്കാൻ അതിമനോഹരമായ റൂഫ് ഗാർഡൻ, വിശാലമായ കാർ പാർക്കിംഗ്, ബാപ്റ്റിസം, ബെട്രതൽ സെറമണി, മെഹന്തി, ഹൽദി, ഇന്റിമേറ്റ് വെഡ്ഡിംഗ് ഫംഗ്ഷനുകൾ, കുടുംബസംഗമം, ബർത്ത്ഡേ പാർട്ടികൾ, ഗ്രൂം ടു ബി, ബ്രൈഡ് ടു ബി ആഘോഷങ്ങൾക്കും ബിസിനസ് മീറ്റിംഗുകൾക്കും ഏറ്റവും അനുയോജ്യം. മെറ്റലർ ബാങ്ക്വറ്റ് ഹാൾ. സെലിബ്രേറ്റ് വിത്ത് എലഗൻസ്. നവീകരിച്ച കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഗ്രൗണ്ടിന്റെ ഉദ്ഘാടനം നടന്നു. AC മൊയ്തീൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ പത്മം വേണുഗോപാൽ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രഭാത് മുല്ലപ്പള്ളി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയകുമാർ പൂളയ്ക്കൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിന്ദു ധർമ്മൻ, പഞ്ചായത്ത് അംഗങ്ങളായ നിർമ്മല MN, ഫസലുർ റഹ്മാൻ, ഘോഷ് P, ഗിരിജ VV, സൗദ അബൂബക്കർ എന്നിവർ പങ്കെടുത്തു. കായിക മേഖലയ്ക്ക് മികവ് നൽകുന്നതിന്റെ ഭാഗമായി MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 31 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഒന്നാംഘട്ട നവീകരണ പ്രവൃത്തികൾ നടത്തിയത്. തുടർ നവീകരണ പ്രവൃത്തികൾക്കായി ജില്ലാ സ്പോർട്സ് കൗൺസിലിൽ നിന്നും 50 ലക്ഷവും MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപയും പഞ്ചായത്തിന്റെ 25 ലക്ഷവും ചേർത്ത് 1 കോടി രൂപയുടെ നവീകരണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ പറഞ്ഞു. കുന്നംകുളത്ത് സംയുക്ത കിസാൻ മോർച്ച കർഷക തൊഴിലാളി യൂണിയൻ ട്രേഡ് യൂണിയൻ അവകാശ ദിനം സംഘടിപ്പിച്ചു. ബഹുരാഷ്ട്ര കമ്പനികൾ ഇന്ത്യ വിടുക, ഇന്ത്യ ഉൽപ്പന്നങ്ങൾക്ക് 50% കയറ്റുമതി തീരുവ ചുമത്തിയ ട്രംപിന്റെ ഏകപക്ഷീയ നടപടിക്കെതിരെ മോദി സർക്കാർ പ്രതികരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംയുക്ത കിസാൻ മോർച്ച കർഷക തൊഴിലാളി യൂണിയൻ ട്രേഡ് യൂണിയൻ നഗരത്തിൽ അവകാശ ദിനം സംഘടിപ്പിച്ചു. TK രാമകൃഷ്ണൻ സ്മാരക മന്ദിരത്തിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി പഴയ ബസ് സ്റ്റാൻഡിന് എതിർവശത്തെ ടാക്സി പാർക്കിൽ എത്തിച്ചേർന്നു. തുടർന്ന് ട്രംപിന്റെയും മോദിയുടെയും കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് M ബാലാജി പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു.
AITUC നേതാവ് പ്രേമരാജ് ചൂണ്ടലാത്ത് അധ്യക്ഷത വഹിച്ചു. CPIM ഏരിയ സെക്രട്ടറി K. കൊച്ചനിയൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MN മുരളീധരൻ, PG ജയപ്രകാശ്, MB പ്രവീൺ എന്നിവർ സംസാരിച്ചു. തിപ്പലശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പാഴായിപ്പോയ 25 വർഷങ്ങളെന്ന മുദ്രാവാക്യവുമായാണ് കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഭരണപരാജയത്തിനെതിരെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി നടത്തുന്ന സമരപരമ്പരയുടെ ഭാഗമായി തിപ്പലശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. കടവല്ലൂർ പഞ്ചായത്തിലെ ചികിത്സ നടക്കുന്ന ഏക ആരോഗ്യ കേന്ദ്രമായ തിപ്പലശ്ശേരി ആരോഗ്യ കേന്ദ്രത്തിൽ ആവശ്യമായ ഡോക്ടർമാരും ഫാർമസിസ്റ്റും മരുന്നുകളും ഇല്ല എന്ന് മാത്രമല്ല, കെട്ടിട നിർമ്മാണത്തിലും ആവശ്യ മരുന്നുകൾ വാങ്ങിയതിലും പദ്ധതികളുടെ നടത്തിപ്പിന്റെ മറവിലുണ്ടായ അഴിമതിയുടെ പേരിൽ CPM നേതാക്കൾക്കും ആരോഗ്യവകുപ്പ് ജീവനക്കാർക്കും കടുത്ത ശിക്ഷ നൽകണമെന്നും ആവശ്യപ്പെട്ട് പെരുമ്പിലാവ് ആലുംതൈ സെന്ററിൽ നിന്ന് ആരംഭിച്ച മാർച്ചിനെ മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ കാഞ്ഞിരപ്പള്ളി, ബ്ലോക്ക് ഭാരവാഹികളായ ആഷിഖ് കാദിരി, KV സഹദേവൻ, മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ നാസർ കലായി, K. കമറുദ്ദീൻ, റസാഖ് കരിക്കാട്, മനീഷ് MM, കുഞ്ഞുമുഹമ്മദ് മുതലായവർ നേതൃത്വം നൽകി. തിപ്പലശ്ശേരിയിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിനുള്ള സ്ഥലം വാങ്ങിയതും കരിക്കാട് ആരോഗ്യ ഉപകേന്ദ്രത്തിന്റെ കെട്ടിടം നിർമ്മിച്ചതും കടവല്ലൂർ പഞ്ചായത്തിലെ ജനങ്ങൾ നേരിട്ടാണ്. ലക്ഷങ്ങൾ സർക്കാർ സഹായം ലഭിക്കുന്ന ആരോഗ്യ മേഖലയിലെ പ്രാഥമിക ചികിത്സാ കേന്ദ്രത്തിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് ആവശ്യമായ ചികിത്സ നൽകാൻ ഡോക്ടറെയും ഫാർമസിസ്റ്റിനെയും നിയമിക്കാനും മരുന്നുകൾ നൽകാനും സാധിക്കാത്ത ഭരണസമിതി വൻ പരാജയമാണെന്ന് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുൻപിൽ നടന്ന ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് KPCC സെക്രട്ടറി CC ശ്രീകുമാർ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് MM, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ ഷാജി P. കാസ്മി, നിഷ അരേഗത്ത്, CK സുലൈമാൻ, അബ്ദുറഹ്മാൻ പടിഞ്ഞാക്കര മുതലായവർ പങ്കെടുത്ത് സംസാരിച്ചു. പാവറട്ടി തീർത്ഥകേന്ദ്രം ശതോത്തര സുവർണ ജൂബിലി കൊടിയേറ്റ് നാളെ. പാവറട്ടി വിശുദ്ധ യൗസേപ്പിതാവിന്റെ തീർത്ഥകേന്ദ്രം സ്ഥാപിതമായിട്ട് 150 വർഷം. പാവറട്ടി പള്ളിയുടെ ശതോത്തര സുവർണ ജൂബിലി ആഘോഷത്തിന് ഓഗസ്റ്റ് 15 രാവിലെ 7:30 ദിവ്യബലിക്ക് ശേഷം തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി കൊടിയേറ്റുന്നതോടെയാണ് തുടക്കമാകുന്നത്. ജൂബിലി വർഷത്തിൽ വിവിധങ്ങളായ പരിപാടികളും പുതിയ സേവന രംഗങ്ങളും പ്രാവർത്തികമാക്കാനും ദേവാലയ നവീകരണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുവാനും പ്രയോജനപ്പെടുത്തുമെന്ന് തീർത്ഥകേന്ദ്രം റെക്ടർ ഡോക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, മാനേജിംഗ് ട്രസ്റ്റി വിൽസൺ നീലങ്കാവിൽ, ട്രസ്റ്റി OJ ഷാജൻ, KJ വിൻസെന്റ്, പിയൂസ് പുലിക്കോട്ടിൽ, PRO റാഫി നീലങ്കാവിൽ എന്നിവർ അറിയിച്ചു. ചൂണ്ടൽ മേലേക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഊരാള കുടുംബമായ ആലത്തിയൂർ മനയിലെ ശ്രീദേവി അന്തർജനത്തിന് ജന്മദിനാഘോഷം ക്ഷേത്രത്തിൽ വെച്ച് ആഘോഷിച്ചു. ക്ഷേത്രത്തിൽ നടന്നുവരുന്ന നവാഹ യജ്ഞത്തിനിടയിലാണ് ഇക്കുറി ജന്മദിനം കടന്നുവന്നത്. വിവരം അറിഞ്ഞതോടെ ക്ഷേത്ര സേവാ സമിതി ജന്മദിനം ആഘോഷിക്കാൻ മുന്നോട്ട് വരികയായിരുന്നു. പ്രശസ്ത ആയുർവേദ വൈദ്യൻ അന്തരിച്ച ആലത്തിയൂർ നാരായണൻ നമ്പൂതിരിയുടെ പത്നിയാണ് ശ്രീദേവി അന്തർജനം. ക്ഷേത്ര സേവാ സമിതി പ്രസിഡന്റ് VT ശരത്, സെക്രട്ടറി മനോജ്, ട്രഷറർ ബാബു കാഞ്ഞിരപ്പറമ്പിൽ, മാതൃസമിതി പ്രസിഡന്റ് ഉഷ, സെക്രട്ടറി മഞ്ജുള, സേവാ സമിതി അംഗം ദാസൻ എന്നിവർ ചേർന്ന് പൊന്നാടി അണിയിക്കുകയും ഉപഹാരം സമ്മാനിക്കുകയും ചെയ്തു. ക്ഷേത്രത്തിൽ 10 ദിവസമായി നീണ്ടു നിൽക്കുന്ന നവാഹ യജ്ഞത്തിന് ഞായറാഴ്ച സമാപനം കുറിക്കും. ക്ഷേത്രത്തിലെ ഗജപൂജയും ആനയൂട്ടും വെള്ളിയാഴ്ച നടക്കും. വോട്ടർ പട്ടിക വിവാദത്തിൽ പ്രതിരോധത്തിലായ BJP വാർത്ത തിരിച്ചുവിടാൻ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ നടത്തിയ കയ്യേറ്റത്തിനെതിരെ CPIM കണ്ടാണശ്ശേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. കണ്ടാണശ്ശേരി സെന്ററിൽ നടന്ന പ്രതിഷേധ മാർച്ച് CPIM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം PA മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി MV സന്തോഷ് അധ്യക്ഷനായി. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ MP സജീവ്, KG പ്രമോദ്, NS ധനൻ, TK കുമാരൻ, P ദിഗേഷ്, NN സജീവൻ, DYFI കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റി അംഗം TK സുവീഷ് എന്നിവർ നേതൃത്വം നൽകി. കൂനമൂച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവക ദേവാലയത്തിൽ 101 സ്ഥാപന തിരുനാളിനും മാതാവിന്റെ സ്വർഗാരോപണ തിരുനാളിനും തുടക്കമായി. വ്യാഴം വെള്ളി ദിവസങ്ങളിലായാണ് ഇടവക വിശ്വാസികൾ തിരുനാൾ ആഘോഷിക്കുന്നത്. കൊടിയേറ്റം മുതൽ തിരുനാൾ വരെയുള്ള ദിവസങ്ങളിൽ വിവിധ ഭക്ത സംഘടനകളുടെ നേതൃത്വത്തിൽ തിരുനാൾ ഒരുക്ക കുർബാനകൾ നടന്നുവരികയാണ്. വ്യാഴാഴ്ച രാവിലെ നടന്ന ദിവ്യബലിക്ക് ശേഷം പരിശുദ്ധ അമ്മയുടെ വളയും വിശുദ്ധന്റെ കുരിശും യൂണിറ്റുകളിലേക്ക് വെഞ്ചരിച്ചു നൽകി. കുടുംബ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വീടുകളിലേക്ക് അമ്പ് പ്രദക്ഷിണം നടത്തി. രാത്രി 10 മണിയോടെ വളയും കുരിശും ദേവാലയത്തിൽ എത്തിച്ചേരും. തുടർന്ന് സംയുക്ത ബാൻഡ് മേളവും അരങ്ങേറും. തിരുനാൾ ദിവസമായ വെള്ളിയാഴ്ച രാവിലെ 6:30 ഇടവക വികാരി ഫാദർ ജെയ്സൺ മാറോക്കി മുഖ്യ കാർമ്മികനാകുന്ന ദിവ്യബലിക്ക് ശേഷം 9:30 കുന്നംകുളം ഗുഡ് ഷെപ്പേർഡ് ഡയറക്ടർ ഫാദർ വിജോ മുഖ്യ കാർമ്മികനാകുന്ന ആഘോഷമായ പാട്ടുകുർബാനയും ഉണ്ടാകും.
ഡിപ്പോൾ സ്കൂൾ മാനേജർ ഫാദർ സെബാസ്റ്റ്യൻ നേടിയെടുത്ത തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് കൂനമൂച്ചി സെന്ററിലേക്ക് ഭക്തി നിർഭരമായ പ്രദക്ഷിണവും ഉണ്ടാകും. വൈകിട്ട് 7-ന് KLM സംഘടനയുടെ നേതൃത്വത്തിൽ ഗാനമേളയോടെ തിരുനാളിന് സമാപനമാകും. തിരുനാൾ ആഘോഷങ്ങൾക്ക് കൈക്കാരന്മാരായ PK ജാക്സൺ, PV തോമസ്, TL ജോൺസൺ MP, സിജോ തുടങ്ങിയവർ നേതൃത്വം നൽകും. നിങ്ങളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് വീട് ഫേർണിഷ് ചെയ്യാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പെക്ടേഷൻസിനും അപ്പുറം ഒരുപാട് ഫേർണിച്ചേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുകയാണ് കാസിയോ ഹോം ഡെക്കോ. ഊഞ്ഞാലുകൾ, പ്രീമിയം ആൻഡ് നോർമൽ സോഫ സെറ്റുകൾ, വെറൈറ്റി കളക്ഷൻ ഓഫ് വുഡൻ ബെഞ്ച് ആൻഡ് വുഡൻ ചെയർസ്, ചാരു കസേര, ബഡ്ജറ്റ് ഫ്രണ്ട്ലി കട്ടിലുകളും അതിനിണങ്ങിയ നോർമൽ ആൻഡ് സ്പ്രിംഗ് ബെഡുകളും, കൂടാതെ ടീപ്പോയ്, അൽമാര, ഡ്രസ്സിംഗ് ടേബിൾ, ദിവാൻ കുട്ട്, പിന്നെ ഡൈനിങ് ടേബിളിന്റെയും അതിനോടൊപ്പമുള്ള ചെയറിന്റെയും ഒരു വലിയ കളക്ഷൻ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കാസിയോ ഹോം ഡെക്കോ, കാലിക്കറ്റ്, പാറയമ്പാടം, കുന്നംകുളം. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ BJP നടത്തിയ കയ്യേറ്റത്തിനെതിരെ കുന്നംകുളം വെസ്റ്റ് ഈസ്റ്റ് സൗത്ത് ലോക്കൽ കമ്മിറ്റി നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. വോട്ടർ പട്ടിക വിവാദത്തിൽ പ്രതിരോധത്തിലായ BJP വാർത്ത തിരിച്ചുവിടാൻ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ നടത്തിയ കയ്യേറ്റത്തിനെതിരെ CPM കുന്നംകുളം വെസ്റ്റ് ഈസ്റ്റ് സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജിന്നി അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, ഏരിയ കമ്മിറ്റി അംഗം PG ജയപ്രകാശ്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി CK ലിജീഷ്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PB ഭവീഷ് എന്നിവർ സംസാരിച്ചു. പോർക്കുളം പഞ്ചായത്ത് ഹോമിയോ ആശുപത്രിയുടെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. കാലങ്ങളായി പഞ്ചായത്ത് മൃഗാശുപത്രിയോട് ചേർന്നുള്ള ഒരു മുറിയിലാണ് ആശുപത്രി പ്രവർത്തിച്ചിരുന്നത്. കുന്നംകുളം MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ ചെലവഴിച്ചാണ് അക്കിക്കാവ് കപ്പൂർ ക്ഷേത്രത്തിനോട് ചേർന്നുള്ള പഞ്ചായത്തിന്റെ ഭൂമിയിൽ 1500 സ്ക്വയർ ഫീറ്റിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. വ്യാഴാഴ്ച രാവിലെ 10-ന് MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ സംസ്ഥാനത്തുടനീളം നടന്നു വരികയാണെന്നും ഇതിന്റെ ഭാഗമായാണ് 25 ലക്ഷം ചിലവിട്ട് പോർക്കുളം ഹോമിയോ ഡിസ്പെൻസറി കെട്ടിടം ആധുനിക രീതിയിൽ നിർമ്മിച്ചിരിക്കുന്നതെന്നും MLA പറഞ്ഞു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ TV ലൈജു റിപ്പോർട്ട് അവതരിപ്പിച്ചു. സമയബന്ധിതമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച കരാറുകാരൻ അനന്തു കൃഷ്ണനെ ഉപഹാരം നൽകി ആദരിച്ചു. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിഷ ശശി, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KC കുഞ്ഞൻ, അഖില മുകേഷ്, പ്രതിപക്ഷ നേതാവ് KA ജ്യോതിഷ്, ആരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ പിങ്കി പോൾ, ഡോക്ടർ ഗീത എന്നിവർ സംസാരിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KC കുഞ്ഞൻ സ്വാഗതവും ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്മിത ജോസഫ് നന്ദിയും പറഞ്ഞു. ഞായറാഴ്ച ഒഴികെ എല്ലാ ദിവസവും രാവിലെ 8 മുതൽ 2 മണിവരെ ആശുപത്രിയിൽ ഡോക്ടറുടെ സേവനവും മരുന്ന് വിതരണവും ഉണ്ടായിരിക്കും. കേച്ചേരി ഫുട്ബോൾ അസോസിയേഷൻ കഴിഞ്ഞ 10 വർഷമായി സൗജന്യമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പിന്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് ചൂണ്ടൽ പഞ്ചായത്തിലെ കളിക്കാരെ സംഘടിപ്പിച്ച് പഞ്ചായത്ത് ഫുട്ബോൾ ലീഗ് മത്സരവും പഴയകാല ഫുട്ബോൾ താരങ്ങളെയും ക്യാമ്പ് അംഗങ്ങളായ കുട്ടികളിൽ നിന്ന് നാഷണൽ തലം മുതൽ സ്കൂൾ തലം വരെയുള്ള മത്സരങ്ങളിൽ പങ്കെടുത്തവരെയും ആദരിക്കലും നടക്കും. പട്ടിക്കര അരീന ടർഫിൽ വെച്ചാണ് സെപ്റ്റംബർ 7 ഞായറാഴ്ച വൈകിട്ട് 7 മണിക്ക് വാർഷികാഘോഷവും ലീഗ് മത്സരങ്ങളും നടക്കുന്നത്. ചൂണ്ടൽ പഞ്ചായത്തിലെ 8 ദേശങ്ങളിൽ നിന്നും 8 ടീമുകൾ ലീഗ് മത്സരങ്ങളിൽ പങ്കെടുക്കും. 8 ടീമുകളിലേക്കുള്ള രജിസ്റ്റർ ചെയ്ത കളിക്കാരെ ലേലം വിളിച്ചാണ് തിരഞ്ഞെടുക്കുന്നത്. ഫുട്ബോൾ ലീഗിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന കളിക്കാർ 9744747415 എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്.